പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം മഹത്വം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനങ്ങളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവമായ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നിൽ നിറയണമേ വരേണമേ എന്നിൽ നിറയണമേ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം ആരാധന ആരാധന പാടാം ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ എന്നുമെന്നും കൂടെ അപ്പമാ തീർന്നവനേ ഉച്ചത്തിൽ പാടാം എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ
മേശയിലെ സമ്മാനമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യമാ കൈകൾ വീശി മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പാദനിസ്വനങ്ങൾ നിശബ്ദതയുടെ ഒരു സ്വരമായിട്ട് നമുക്ക് വിവേചിക്കാൻ കഴിയുന്നിടത്ത് വെച്ച് നമ്മുടെ ആധ്യാത്മിക മനുഷ്യൻ ഉണർച്ച പ്രാപിച്ചു വരുന്നുവെന്ന് നമ്മൾക്ക് കരുതാൻ പറ്റും. പക്ഷെ എന്താണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷിയുണ്ടായി. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ആ വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ആ സാക്ഷ്യം ആൽബിൻ കൂനമ്പാവ്, നമ്മുടെ ചവറച്ചൻ്റെ ശുശ്രൂഷ കേന്ദ്രത്തിലെ കൂനമ്മാവയുടെ വക ഇവിടെ നിന്നുള്ള കുറേ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കുറേ സാക്ഷ്യങ്ങൾ, നല്ല കരുത്തിട്ട സാക്ഷ്യങ്ങൾ കൂനമ്മാവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതിലൊരു സാക്ഷ്യം ആൽബിൻ പറഞ്ഞതാണ്. ആൽബിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘട്ടങ്ങളെ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്നലെ ഡെലിവർ ചെയ്ത സാക്ഷ്യമാണ്. ഇപ്പം ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു. സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹം ടോട്ടലായിട്ട് അദ്ദേഹം മനുഷ്യൻ്റെ ജഡിക മനുഷ്യനാണ്. ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ജഡിക മനുഷ്യൻ്റെ ലോകത്താനല്ല, ദൈവത്തിന് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു 30% സ്പേസ് മാത്രം ദൈവത്തിന് കൊടുക്കുകയും ബാക്കി 70% നമ്മളുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിട്ട് മൊത്തം മസിൽ പവർ, മണി പവർ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്ന മനുഷ്യരാണ് ജഡിക മനുഷ്യർ. അവർ ചെയ്യണ തെറ്റാണെന്നല്ല, മാനുഷ്യമായിട്ടൊക്കെ ശരിയാണ്, ദൈവികമായിട്ട് തെറ്റായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി. ഇപ്പം ചില പൊട്ടന്മാർ പറഞ്ഞു, അത് ദൈവം തന്നതല്ലേ, പിന്നെ എന്താ കുഴപ്പം, അതിലെല്ലാം ആശ്രയിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ നമ്മൾ ബഹുത്വപ്പെടുത്തുന്നത്. നോ. അവിടുത്തെ വരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ തന്നെ ചിലർ അപ്പന്മാരോട് കാർക്കശ്യമായിട്ട് പറയും, എന്താ, ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പറയും.
അങ്ങനെ പറയുന്ന കുറേ വിഡ്ഢിയാന്മാരുണ്ട്. ഞാൻ പഠിച്ചു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജയിച്ചു. കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചില വിഡ്ഢിയാന്മാരുടെ പ്രശ്നം, അവർ നാക്ക് കൊണ്ട് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും, ജീവിതം കൊണ്ട് തോറ്റുകൊണ്ടിരിക്കും. കാര്യം ഇതെല്ലാം കേൾക്കുന്ന ഒരാളുണ്ടല്ലോ. നീ വന്ന വഴികളിലൂടെ എല്ലാം നിനക്ക് കാവൽ നിന്നുകൊണ്ട് നിൻ്റെ പഠനങ്ങൾക്കും ഭക്ഷണത്തിനും വിശ്രമത്തിനും എല്ലാം കാവൽ നിന്ന ആൾക്കാരുണ്ടല്ലോ കുടുംബത്തിൽ. അവരുടെ അധ്വാനത്തെ മറന്നാണ് നിൻ്റെ ബൗദ്ധിക പങ്കത്വം കെട്ടി എഴുന്നള്ളിക്കണത്. അങ്ങനെ നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കരുത്. അതിന് മത്സരമെന്നാണ് പറയുന്നത് ബൈബിളിൽ. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുള്ള മത്സരം, അല്ലെങ്കിൽ അവരെ ഇടിച്ചു താത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ കേമത്വം കെട്ടി എഴുന്നള്ളിക്കുന്നതിന് ദൈവത്തെ മറന്നുള്ള ഒരു മത്സരമാണ്. ഒരിക്കലെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അനുതാപം തോന്നണം. പക്ഷെ അനുതാപം തോന്നണമെങ്കിലുള്ളൊരു കുഴപ്പം, നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് അനുതാപിക്കാനൊന്നും പറ്റത്തില്ല. അനുതാപത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ്. ആത്മാവിനെ തുറക്കണത്, ദൈവം പ്രവേശിക്കണതും അനുതാപത്തിന് താക്കോൽ കൊണ്ട് തുറന്നാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റണത് അകത്തിട്ട് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ദൈവത്തോട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കലാപരിപാടി എന്ന് പറയണത് അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് ദൈവത്തിനെ പുറത്ത് നിർത്താനേ പറ്റത്തുള്ളൂ. പക്ഷെ തുറന്ന് കയറുക എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല സാധനം. അതുകൊണ്ടാണ് വെളിപാട് പറയണത്, വാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ, 2 സെക്ഷനാണ് ഉള്ളത് അനുതാപത്തിന്. ഒന്ന് നമ്മളുടെ ഒരു തുറവിയും പിന്നെ ദൈവത്തിൻ്റെ ഒരു തുറവിയും. 2 തുറവികളുണ്ട്. ഒന്ന് നമ്മൾ അനുവദിക്കണം. ദൈവം ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് ഒന്നും അകത്ത് കയർത്തി അനുതാപമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. അതുകൊണ്ട് 3:20 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വെളിപാട് 3:19. വെളിപാട് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അത് പറഞ്ഞ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതിന് വരുന്ന വിഷയം ഒന്നുകൂടി ആ വചനം ഒന്നിട്ട് വായിച്ച 19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് 2 കാര്യങ്ങൾ വരാം. എന്താണ്? ശാസന വരാം, വഴക്ക് വരാം, പിന്നെന്താണ്? ശിക്ഷ വരാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ശാസനയും ശിക്ഷയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ അതിനോട് പിന്നെ പതുക്കെ ശാസനയും ശിക്ഷയുമുള്ള ന്യായത്തിനാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണല്ലോ വരണത്. നമ്മുടെ വഴിയിൽ പിന്നെയും ക്ലേശമാണല്ലോ. അപ്പോൾ പ്രാർത്ഥന കൂടുമ്പോഴാണ് ക്ലേശങ്ങൾ വരണമെന്ന് ചില വിഡ്ഢിയാന്മാരായ ബ്രദേഴ്സ് വീടുകളിൽ കയറി ഇറങ്ങി അബലകളായ സ്ത്രീകളെ ഉപദേശിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യും. ഇതൊക്കെ അന്നും ആദിമസഭയിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ശാസനകളെ
ഈ ദൈവസ്നേഹമുള്ളവരെ ഇപ്പം എന്താ പറയണത്, ഇപ്പം നിനക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ശാസനം കിട്ടിയ ആളാണ്, നീ പഠിച്ചിട്ടും തോറ്റുപോയി, ഒരു മാർക്കിന് നീ വീണുപോയി, ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ. അപ്പോൾ ഇനി ഞാനെന്തിനാ പഠിക്കണത്, ഞാനെന്തിനാ പ്രാർത്ഥിക്കണത്, എനിക്ക് അത്തരം ദൈവത്തെ എന്തിനാ? നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി ഇനാം പെച്ചിയെ പോലെ തലകുമ്പിട്ട് അങ്ങനെ ഇരിക്കും. അത് ശാസനയുടെ കാലങ്ങളിൽ ചില ആൾക്കാർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജാണ്. പള്ളിയില്ല, പട്ടക്കാരനില്ല, എവിടെയെങ്കിലും ഒരു തട്ട് കിട്ടിയാൽ മതി. ഒന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ മരിച്ചു കാണും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ലോകത്തിൽ മരിച്ചു പോയി കാണും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങൾ അന്ന് പോലും ധാർമ്മിക രോഷം കൊണ്ട് നടക്കുകയാണ്. എന്ത് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, എന്തൊരു വൃത്തിയുള്ള മനുഷ്യൻ, ഇവനേക്കാൾ എത്രയോ ദുഷ്ടന്മാർ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, അവന്മാർക്കൊരു കുഴപ്പമില്ല, നല്ലവരെയും കൊണ്ട് ദൈവം പോയി, ഇതെന്തൊരു ദൈവമാണ്. ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു കാര്യവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പതുക്കെ മാറുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും വരണ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് മാറാൻ നമുക്ക് ഒരു 10,000 കാര്യങ്ങൾ വേണേൽ പറയാൻ പറ്റും. ദൈവത്തോട് അടുക്കാൻ ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തോട് അടുക്കാൻ ഒരു കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് എൻ്റെ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിന് ഉള്ളൊരു പ്രത്യേകത, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറ്റിക്കൽ ഫെയ്ത്ത് അല്ല. ഒരു ഇഷ്യൂ അതിനെ എങ്ങനെയാണ്, ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്താണ് അവശേഷിക്കണത്. പണ്ട് കമ്പിത്തിരി എന്ന് പറഞ്ഞ സംഭവമാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ കമ്പിത്തിരി? ഉണ്ടോ ഇപ്പോൾ? ഉണ്ടോ? കമ്പിത്തിരിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കത്തി ഭയങ്കരമായിട്ട് നക്ഷത്രങ്ങളൊക്കെ ചീറ്റി ഭംഗിയായിട്ട് പോയാലും ആ കമ്പി അവശേഷിക്കും ഇല്ലേ? ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ കമ്പി പെറുക്കി കൊണ്ടുപോയി പാലുമിഠായി മേടിക്കുമായിരുന്നു. അന്നത്തെ ഒരു കുഞ്ഞുങ്ങളുടെ പരിപാടിയായിരുന്നു. ഈ പെരുന്നാൾ കഴിയുമ്പോൾ പള്ളിമുറ്റത്ത് പോയി കമ്പിത്തിരി പെറുക്കിയെടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഈ പാലുമിഠായിക്കാരൻ ഇങ്ങനെ വലിച്ചാൽ നീളം മിഠായിക്ക് വരുമല്ല ചുറ്റിയിൽ ഒരു ക്ലാറിനട്ടൊക്കെ വായിച്ചുകൊണ്ട് ആൾ വരും. ഇപ്പോഴൊന്നും ഇല്ല. അപ്പോഴേ കത്തിയാലും കമ്പി അവശേഷിക്കും. അത് വേണമെങ്കിൽ പിന്നെ നമുക്ക് മരുന്ന് ചുറ്റി കമ്പിത്തിരി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കത്തൽ വന്നാലും കമ്പി അവശേഷിക്കും. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഒരു മരണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അടുപ്പമുള്ള ആൾക്കാർ പോയി, നമ്മൾ കുറച്ച് ദിവസം നിലവിളിച്ചൊക്കെ നടന്ന്, പിന്നെ പള്ളിയും വേണ്ട, പ്രാർത്ഥനയും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ചേട്ടന് തന്നില്ലല്ല, ആ കുഞ്ഞ് മരിച്ചു പോയല്ല എന്നൊക്കെ പോയി നിലയെ വിളിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മരണങ്ങളിൽ പിന്നീട് വിശ്വാസം കുറഞ്ഞു പോയ ആ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ജപ്തി നടപടിക്ക് ശേഷം, അല്ലെങ്കിൽ ആ പരീക്ഷ തോൽവിക്ക് ശേഷം, അല്ലെങ്കിൽ ആ ജോലി നഷ്ടത്തിന് ശേഷം വിശ്വാസം കൂടിയാന്ന് നീ ആത്മശോധന ചെയ്യണം. കുറഞ്ഞെങ്കിൽ ഇനി കാര്യം വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിൻ്റെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചിട്ട് ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ദൈവം ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഒരിക്കൽ വിശ്വാസം ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ദൈവം പഴയ ഫയൽ എങ്ങനെയുണ്ടെന്ന് നോക്കും, വെറുതെ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ +1 ചേരാൻ ചെന്നപ്പോൾ മാർക്ക് കുറവാണ്, ഇവന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാനേജറും പ്രിൻസിപ്പളും ഒറ്റയടിക്ക് പറഞ്ഞു. അപ്പോഴാരെങ്കിലും അധ്യാപകർ നമ്മളോട് അല്പം താപമുള്ളവർ നമ്മളറിയാവുന്ന പറഞ്ഞു, സാറേ അവൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, അവൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് നോക്കിയേ, അവൻ്റെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള, അവൻ ജില്ലയിലൊക്കെ കളിക്കാൻ പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, സ്പോർട്സിന് പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടത്. ഇപ്പം ഗ്രേസ് മാർക്കാണ് നോക്കണത്. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുകയാണ്,
പക്ഷെ അവൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് നോക്കും ദൈവം. അത് ദൈവത്തിൽ നിന്ന് നോക്കുന്ന പരിപാടിയാണ്, മനുഷ്യന് മാത്രമല്ല. ഗ്രേസ് മാർക്ക് കൊണ്ടുവന്ന് നോക്കും. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റ്, നമുക്ക് പഠിക്കാതെ തോറ്റതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യാസത്തിൽ തോറ്റതായിരിക്കും. പക്ഷേ നമുക്കൊരു മേൽക്കൈ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലം ഫിഗേഴ്സ് നോക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വിഷയത്തിൽ അല്ലാതെ മറ്റ് ഗുണങ്ങൾ എന്തെങ്കിലും നിനക്കുണ്ടോ? എന്താ പറയണം കാര്യത്തിൽ ഈ ആൽബി എന്ന് പറഞ്ഞൊരുത്തൻ എന്നുള്ള സാക്ഷ്യം പറഞ്ഞില്ല, അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഹുസൈൻ പറഞ്ഞത്. ആൽബിയുടെ പ്രശ്നം, ആൽബിക്ക് ഇപ്പോൾ ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഒറ്റ ജ്വരം മാത്രമേ ഉള്ളൂ. എന്താ ജ്വരം? DRDയിൽ സെൻട്രൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വേണം, ഒരു ഉദ്യോഗസ്ഥനാകണം. അത് പുള്ളിയുടെ സ്വപ്നമാണ്. അപ്പം വേറെ കുറേ ടെസ്റ്റൊക്കെ പുള്ളി എഴുതുന്നുണ്ട്. പുള്ളിക്ക് ജോലിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കൊക്കെ കിട്ടിയതാണ്, പക്ഷെ ആ ജോലിക്ക് ശമ്പളം കുറവാണ്. ആ ജോലിക്ക് പുള്ളിക്ക് ടേസ്റ്റ് ഇല്ല. എങ്കിലും ജോലിക്ക് പോകണമൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയാണ് ഈ പഠിത്തം മുഴുവൻ പഠിച്ചു കൂട്ടണത്. ആദ്യത്തെ പഠിത്തം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പുള്ളി ഒരു റാങ്കിന് താഴെ പോയി. അവിടെ ഭയങ്കര സ്ക്രീനിങ്ങും അല്ലേ, ഒരു റാങ്കിന് താഴെ പോയി. പുള്ളിക്ക് ഭയങ്കര ഡെസ്പായ ആൾ. പിന്നെ അടുത്ത 3 കൊല്ലത്തിൽ ഒരിക്കലും ടെസ്റ്റുള്ളു. 2016 പുള്ളിക്ക് ടെസ്റ്റ് തുടങ്ങിയതാണ് പുള്ളിക്കാരൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടി 2016 തുടങ്ങിയതാണ്. 16 കഴിഞ്ഞിട്ട് 19, ആ 16 ടെസ്റ്റ് ഒരു റാങ്കിന് പോയി. പിന്നെ 16 തൊട്ട് 19 വരെ അടുത്ത കോൾ ഫോർ എക്സാം കാത്തിരുന്നുകൊണ്ട് പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 3 കൊല്ലം പള്ളിപ്പോക്കില്ല, കുടുംബ പ്രാർത്ഥനയില്ല, പഠിത്തത്തോട് പഠിത്തം. അതെല്ലാം പുള്ളി പറയുന്നുണ്ട്, സുന്ദരമായ സാക്ഷ്യമാണ്. അമ്മ പറയടാ ഇത് ഞായറാഴ്ചയാണ്. അപ്പോൾ പറയും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. എടാ ഇന്ന് ഞായറാഴ്ചയാണെന്ന് അമ്മയും 3 കൊല്ലം 2016 തൊട്ട് 19 വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് പറയാണ്ടിരിക്കരുത്. നിങ്ങളുടെ ജോലി പറയുകയെന്ന് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ കടമയാണത്. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ വിശ്വാസ തകർച്ചയിൽ നിങ്ങൾക്കും വിശ്വാസ തകർച്ച സംഭവിച്ചു എന്നാവും. അപ്പം അമ്മയും മകനെയും വിശ്വാസ തകർച്ചയാവും. പിന്നെ ദൈവത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. തള്ളയും തീരുമാനമായില്ല, തള്ളയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പം തള്ളമാരൊരിക്കലും വീഴരുത്. മക്കൾ വീണാലും അമ്മമാർ വീഴരുത്. മനസ്സിലായ? അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ അനിയത്തിമാർ പെങ്ങന്മാർ ആരാണ് പ്രാർത്ഥിക്കണത്, ഒരാളെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്ത് കുടുംബത്തെ പ്രാർത്ഥിക്കണത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആളായിട്ട് കുടുംബത്തിൽ നിൽക്കണത്, അവർ വീഴരുത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്തോസ് 10:12. 1 കൊരിന്തോസ് 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. വീണ് കിടക്കുന്നതിനെ കുറിച്ചുള്ള ദൈവം അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കണം. അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. വീണ് കിടക്കുന്നതിന് അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് നിസ്സാര കാര്യമല്ല. ദൈവം നിൽക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ക്യാമറ ഈ നിൽക്കുന്ന ആളിലേക്കാൻ തിരിയാണ്. വീട് കിടപ്പുണ്ട്, അവൻ ശവമായി പോയി. അവിടെ ഒരുത്തൻ നിപ്പുണ്ട്, അവൻ്റെ അമ്മ സ്പോൺസർ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊരു അമ്മ നിപ്പുണ്ട്. ദൈവത്തിൻ്റെ കണ്ണെപ്പോഴും
ഈ നിൽക്കുന്ന അമ്മയിലാക്കാണ്. അതിലെന്താ പറയണത്? നീ നിൽക്കുകയാണിപ്പോൾ, പക്ഷെ നിൽക്കുന്നതെന്ന് കരുതണ നീയും വീഴാതെ നോക്കണം എന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവേ വിശ്വാസത്തിലെ, ദൈവസ്നേഹത്തിലെ, പ്രത്യാശയിലെ നിൽക്കുന്നുവെന്ന് കരുതുന്ന ഞാൻ വീഴാതിരിക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പൊൻകരങ്ങളിലെ എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ, എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ, എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി വീണ് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുപോയെന്ന് കരുതരുത്. വീണ് പോയവന് നീ നിന്റെ പഴയ ഫയലിൽ എക്സ്ട്രാ കരിക്കുലം എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു കരുണ തോന്നാൻ സാധ്യതയുണ്ട്. വീണ് പോയാൽ അവിടെ കിടന്ന് ചത്തുപോകണമെന്ന് നീ വിചാരിക്കരുത്. വീണ് പോയെങ്കിൽ ഇപ്പം ആൽബിൻ്റെ കാര്യം എന്താ? ആൽബിന് വീണ്ടും അവൻ 2019 പരീക്ഷ എഴുതും. 3 കൊല്ലം പഠിച്ച് ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബപ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ഇതൊന്നുമില്ലാതെ പഠനം തന്നെ എടുത്തിട്ട് 2019 6 കൊല്ലം ദൈവമില്ലാത്തൊരു ജീവിതം അല്ലേ? 2019 പോയി പരീക്ഷ എഴുതും. 16 തോറ്റു, 19 ഒരു റാങ്കിന് തോറ്റു. അപ്പോൾ പുള്ളിക്കാരൻ പറയണത് എനിക്ക് ഡെലീരിയമായിപ്പോയെന്നാണ് പറയണത്. പനി ബാധിച്ചിട്ട് ഡിപ്രഷൻ കയറി ബോധം പോയി. ഞാൻ പിന്നെ മുറി അടച്ചിട്ട് ഭ്രാന്തായിട്ട് അകത്തിരിക്കുകയാണെന്ന്. ആ പ്രശ്നത്താ നമ്മൾ ദൈവത്തിൻ്റെ ദൈവിക കൃപ കുറയുന്ന അനുസരിച്ച് കൊണ്ട് മസിൽ പവറിലും മണി പവറിലും സ്വന്തം കഴിവ് ആശ്രയിച്ച് മാത്രം പരാജയം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡായി പോയി കഴിഞ്ഞാൽ പരാജയ പ്രശ്നം നമ്മളെ താങ്ങാൻ ആരുമില്ല. ഇവന് ഡിപ്രഷനായി. അപ്പോൾ അവൻ പറയും എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന മണ്ണാൻ കെട്ടാം. അങ്ങനെയാണ് സംഭവം. ഈ നശിച്ചവന് എല്ലാം ഇതുപോലെയുള്ള ചിന്ത വരത്തുള്ളൂ. സൈക്കോളജിസ്റ്റ് മോശമാണെന്ന് പറഞ്ഞില്ല. കാരണം അവൻ്റെ പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ല പ്രശ്നം തീരണത്. അതാണ് വിഷയം. സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് നല്ലതായിരിക്കും, പക്ഷെ അവൻ്റെ വിഷയത്തിൽ ഹീൽ ചെയ്യാൻ അവനെ തൽക്കാലം ഡിപ്രഷനിൽ നിന്നൊന്ന് ഉയർത്തിയെടുത്താം. പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ലല്ലോ, അവൻ്റെ ജീവിതം വീണ്ടെടുക്കുകയല്ലേ. നമ്മുടെ മാനസിക നില വീണ്ടെടുക്കുന്നത് മേ ബി ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ല, അവൻ്റെ ജീവിതം വീണ്ടെടുക്കണം. ഇപ്പം അവൻ സംസാരിക്കുന്നില്ല ആരോടും, ഡിപ്രസ്ഡായിട്ട് മുറിയും പൂട്ടി അകത്തിരിക്കുകയാണ്. ആരെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും ആര് എന്നെ രക്ഷിക്കുമെന്ന്, ആരെന്നെ രക്ഷിക്കും. ഇപ്പം നമ്മൾ പല കാര്യം പറയും. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാം, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് പറയാം. കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ചോദിക്കണ ഒരു ചോദ്യമാണ്, ആരെന്നെ രക്ഷിക്കും? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭഗനായ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുർഭഗനായ മനുഷ്യൻ. ഇതാണ് ദുർഭഗനായ മനുഷ്യൻ. എന്താ കാര്യം? 2016 എഴുതി തോറ്റു, ഒരു റാങ്കിന് തോറ്റു. വീണ്ടും 3 കൊല്ലം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു, പഠിച്ചു, പരീക്ഷ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പരീക്ഷ എഴുതി. വീണ്ടും 2019 തോറ്റു, ഡിപ്രഷനായി, മുറിയടച്ചിട്ടു, മിണ്ടാണ്ട് അവിടെ ഇരിപ്പാണ്. എന്നെ ആര് രക്ഷിക്കും? ഞാൻ ദുർഭഗനായ മനുഷ്യ. പറഞ്ഞേ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലെ മരണത്തിന് അധീനമായ ഈ ഡിപ്രസീവ് സ്റ്റേറ്റിൽ നിന്ന്
ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കാത്തവരാരുമില്ല. ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഒരു പുസ്തകം മാത്രമേ മറുപടി. അതാണ് ജീവിതത്തിൽ ജപ്തി ആയാലും ബിസിനസ് തകർച്ചയായാലും പരീക്ഷ തകർച്ചയായാലും ആരോഗ്യ തകർച്ചയായാലും ചില സമയത്ത് തകർന്നു പോകാം. അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? ആരെന്നെ മോചിപ്പിക്കുമെന്ന് മനുഷ്യരാശിയുടെ ഒപ്പം പക്ഷം നിന്നുകൊണ്ട് ചോദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ആരെന്നെ മോചിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കണം ബൈബിൾ. ബൈബിളിനൊരു കയ്യടി കൊടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ആവലാദികൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുന്നത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം. ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴി. ഇപ്പൊ ഞാൻ ദുർബലനായ മനുഷ്യൻ, എന്താണ്? ആരെന്നെ മോചിപ്പിക്കും? അടുത്ത വരി വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാണ് മോചിപ്പിക്കണത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോചനത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. ഇവൻ പറയണത് എന്താ? ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കാണണം. എനിക്ക് ഏതാണ് നല്ല സൈക്കോളജിസ്റ്റ് ടൗണിലുള്ളത്, ആരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരണത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് ദൈവം വരും. എന്താണ്? മൊബൈലിലൂടെ തന്നെ വരും. ഇതാണ് വഴി. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നോക്കുമ്പോഴേ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. 30:21. ഐസയ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട്. നീ അനുഗമിക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും. സ്പിരിച്വാലിറ്റിയിൽ 2 സെക്ഷനുണ്ട്. ഒന്ന് നിന്നെ അനുഗമിക്കണ ദൈവം. നീ തകർച്ചയിൽ വീണ് പോകുമ്പോൾ കോരിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന നിന്നെ കോരിയെടുക്കണ ദൈവം, നിന്നെ അനുഗമിക്കണ ദൈവം. രണ്ടാമത്തെ എന്താണ്? നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നീ അനുഗമിക്കണ ദൈവം. അതാണ്. അപ്പം നമ്മുടെ പിന്നിലാണ്. ഇപ്പം സ്വരം കേട്ടത് എന്താണ്? നീ ഇടത്തോട്ടോ ആരെന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. കണ്ടാ? പിന്നിൽ നിന്നുള്ള സ്വരം ദൈവം വരിക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം ഇവൻ എങ്ങനെയാണ് കേൾക്കണത്? അവനങ്ങനെ മൊബൈൽ മറച്ചു നോക്കുമ്പോൾ ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. ആ സാധനം ദൈവത്തിൻ്റെ സ്വരമാണ്. ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും. അപ്പോൾ അവൻ അവിടെ മുറി തുറന്നിട്ട് അവനത് ക്ലിക്കാവും. ഇവൻ ആരാ തിരക്കിയത്? ആരാ തിരക്കിയത്? ഒരു സൈക്കോളജിസ്റ്റാണ് തിരക്കിയത്. അങ്ങനെ ദൈവം സൈക്കോളജിസ്റ്റല്ല കൊടുക്കുന്നത്, ഒരു ഉടമ്പടി സാക്ഷ്യമാണ് കൊടുക്കുന്നത്. അത്രയുമാണ് മതി. അത് സുവിശേഷമാണ്. ഇന്നത്തെ കേരള ജനതയുടെ മനസ്സിലുള്ള ഒരു ആശയമാണ്. എന്താണ്? കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
കൃപാസനത്തിൻ്റെ അമ്മേ